ഡൈനിങ്. ബ്രദറെ എങ്ങനെയുണ്ട്? തീരെ നോട്ട് ബാഡ് അല്ല. ഈ മുറിയിലാണ് സാറിന്റെ ഭാര്യ സാറുമായിട്ട് ആദ്യമായിട്ട് ഇരുന്ന് ഭക്ഷണം കഴിച്ചത്. ഓ യൂസ്ഡ് ആണല്ലേ. താൻ കൊണ്ടുപോയി ഇവരെ മറ്റു മുറികളൊക്കെ കാണിച്ചോട്. ഇത് ഗസ്റ്റ് ബെഡ്റൂം. ഈ ബെഡ്റൂമിലാണ് ആദ്യമായിട്ട് സാറിന്റെ ഈ സാറിന്റെ ഭാര്യ ആദ്യമായിട്ടല്ല അത് അവസാനമായിട്ടൊന്നും ചെയ്തിട്ടില്ലേ? ഉണ്ട്. ഈ കാണുന്ന ഫാനിലാണ് സാറിന്റെ ഭാര്യ അവസാനമായിട്ട് തൂക്കിച്ചെത്തത്. ഓ ഡെഡ് എൻഡ്. ടോയ്ലറ്റ് എവിടെ? അതെ, ഷെറിൻ ആത്മഹത്യ ചെയ്തതാ. മാനസിക വിഭ്രാന്തിയായിരുന്നു. മാനസിക വിഭ്രാന്ത് എന്ന് വെച്ചാ മനസ്സിലുണ്ടാകുന്ന ഒരുതരം ഭ്രാന്ത്. ഓ, ഞാൻക്കൊന്ന് കെട്ടിത്തൂക്കിയതാ. പ്രേതശല്യമുണ്ട്. എന്തൊക്കെ കഥകളാ. ഒന്നും മറച്ചു വെച്ചിട്ട് വേണ്ട, നല്ലവണ്ണം ആലോചിച്ചിട്ട് മതി. അത് ഈ പ്രേതമെന്ന് പറഞ്ഞു. ഓക്കെ, സംഭവങ്ങളാ. വീട് പഴക്കമുണ്ടെങ്കിലും ഓക്കെ. സ്ഥലം തീരെ അങ്ങോട്ട് മോശമെന്ന് പറയാൻ പറ്റില്ല. ആയിക്കോട്ടെ, സ്ഥലവും വീടും പറമ്പും പ്രേതവും പിശാച്ചും ഒക്കെ കൂടി ലാസ്റ്റ് എന്ത് തരണം ഉള്ളത് പറ. അങ്ങനെ വില പറയാൻ ഞാൻ എന്താ പറയാ? വേണ്ട, ഞങ്ങൾ പറഞ്ഞോളാം. മൊത്തം ഒരു 2 രൂപ അങ്ങോട്ട് തരും. 2 crores. കോൻ വരേഗ ക്രോർപതി. വില കുറവാണെന്ന് ഞാൻ പറയില്ല. കണ്ടില്ലേ? എന്നാലും എനിക്കൊരു 3 കോടിയോളം ആവശ്യമുണ്ട്. പിന്നെ മക്കളുടെ പഠിത്തം തീരാൻ ഒരു 6 മാസം. അത്രയും കാലത്തെ അവരുടെ പിന്നെ ചേട്ടൻ അതും കൊണ്ട് അങ്ങനെ നിർത്തണ്ട. മക്കളുടെ പഠിത്തം തീരുന്നവരെ ചേട്ടന് വരാൻ പോണ വാദത്തിന്റെ ചികിത്സയുടെ ചെലവും ഇവിടെ പറമ്പിൽ കൂർക്ക് പറിക്കണ പണിക്കാരുടെ ചെലവും കൂടി അങ്ങനെ തന്നാലോ? ഇതെന്താ നേരത്തെ ബ്രദർ പറഞ്ഞ സുമലത തുന്തിലിതാവസ്ഥ. അതാ ബ്രദർ. ഒരു കാര്യം ചെയ്യും, ചേട്ടന് ഒരു 2.5 രൂപ അങ്ങ് തരും. അയ്യ ബ്രദർ, എന്തിന്? ഓട്ടെ ബ്രദറെ, ആവല്ലേ, ആലോചിച്ച് തീരുമാനിക്കും. അങ്കിൾ ആലോചിക്കട്ടെ. എന്താ പാക്ക് ചെയ്യായിരിക്കും? നടക്കുന്ന കച്ചവടമാണെങ്കിൽ വിളിച്ചാൽ മതി എന്ന് പ്രത്യേകം പറഞ്ഞിരുന്നല്ലേ, വെറുതെ മനുഷ്യനെ മെനക്കെടുത്താൻ. എന്നിട്ട് അയാളുടെ ഒടുക്കത്തെ വിലയും കൊട്ടക്കണക്കിന് ബാധ്യത. പോട്ടെ സാറേ, അങ്ങനെ 2 മക്കളെ ഡോക്ടറാക്കാൻ പഠിപ്പിക്കാനാ. അയാള് പഠിപ്പിച്ചോട്ടെ, ഒരു എതിരുമില്ല. അതിന് ഞങ്ങളെന്തിനു സഹിക്കണം? ഞങ്ങൾക്കൊരു മൂലക്കുരു വന്ന ഇയാളെ കോപ്പന്മാര് ഡോക്ടർ മക്കള് അവന്മാര് ഫ്രീ ആയിട്ട് ഞങ്ങൾ നോക്കൂ. അസിസ്റ്റന്റ് അവന്മാര് നോക്കില്ല, പക്ഷേ അവളുമാര് നോക്കും. അവളുമാരോ? അതാര്? അവളുമാരെന്ന് വെച്ചാൽ കണ്ണിക്കണ്ട അവളുമാരല്ല, കണ്ടാൽ കണ്ണു തള്ളിപ്പോകുന്ന ദിവളുമാര്. കാണൂ, കണ്ണു തള്ളു. ആരായത്? ആരായത്? ആരാടത്? ആരായത്? പാറടാ പുല്ല്, ആരായത്? ആനിയും ഷേർലിയും. ആനിയും ഷേർലിയോ? ആരാത്? ആരാത്? ആരാടത്? ആരാത്? നിന്റെ അമ്മയുടെ സാഹചര്യം പറയടാ. ആനിയും ഷേർലിയും. അത് ആരാന്നാടാ ചോദിച്ചത്? ജോൺ സാബർട്ട് സാറിന്റെ മക്കള്. ലേഡീസ് ആണല്ലോ. ബാംഗ്ലൂരിൽ മെഡിസിൻ പഠിക്കുന്ന ജോൺ സാമുവൽ സാറിന്റെ 2 പെൺമക്കൾ. എങ്ങനെയുണ്ട്? മുതലല്ലേ? അതിന് ഇതുങ്ങളല്ലോ കച്ചവടം, വീടല്ലേ? കച്ചവടം വീടാണ്, പക്ഷെ ഈ പാവം പിടിച്ച പിള്ളേരെ പഠിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ആ പാവം പിടിച്ച കാരണവര് ആ പാവം പിടിച്ച വീട് വെക്കുന്നത്. ആ വീട് വിറ്റിട്ട് വേണം ആ പാവം പിടിച്ച കാരണവർക്ക് ഈ പാവം പിടിച്ച പെൺകുട്ടികളെ പഠിപ്പിക്കാനും അതിനുശേഷം ഈ പാവം പിടിച്ച കുട്ടികളെ കെട്ടിച്ചയക്കാനും. എന്നാ പിന്നെ ആ പാവം പിടിച്ച കാരണവരുടെ വീട് വാങ്ങി ഈ പാവം പിടിച്ച പിള്ളേരെ പഠിപ്പിച്ച് ഡോക്ടറാക്കി ആ പാവം പിടിച്ച കാരണവരുടെ ഈ പാവം പിടിച്ച പിള്ളേരെ അതിനേക്കാൾ പാവം പിടിച്ച നിങ്ങൾക്ക് കെട്ടിക്കൂടെ? ഇതിപ്പോ ഒരേ വീട്ടിൽ ഒരുമിച്ച് വളർന്നവർ, ഒരേ പഠിപ്പ്, കാണാനും ഏകദേശം ഒരുപോലെ. ഒരു വിധത്തിൽ പറഞ്ഞ ദൈവം കൊണ്ട് എത്തിച്ചതല്ലേ ഇവിടെ. നിങ്ങളുടെ 2 പേരുടെയും കല്യാണം ഒരേ ദിവസം ഒരേ പന്തലിൽ. അതോടെ പശുവിന്റെ ചൊറിച്ചിലും മാറും, കാക്കയുടെ കടിയും തീരും. എന്തേ? പക്ഷെ അതിന് ഏതിന്? ഇതിലേതിനെ വേണമെങ്കിൽ സാർ എടുത്തോ, തർക്കമില്ലല്ലോ. 2 ബെസ്റ്റ് അല്ലേ? അതല്ല, അങ്ങോട്ട് സമ്മതിക്കണ്ടേ? അങ്ങൊരു സമ്മതിക്കും. ഒരു വിധത്തിൽ പറഞ്ഞ അവരും നിങ്ങളെ പോലെ തന്നെ. വെള്ളമടിക്കോ? അതല്ല, അവർക്കും കല്യാണമൊന്നും ശരിയാവുന്നില്ല. അമ്മക്ക് ഭ്രാന്തായിരുന്നെന്നും തോന്നിച്ചത്താണെന്നൊക്കെ പറഞ്ഞ് poor girls, sorrowing father. അതും പോരാഞ്ഞ് അതുങ്ങളെ പൊക്കാൻ നടക്കുന്ന 2 ഗജപോക്കറികളെ കൊണ്ട് പൊറുതി മുട്ടിയിരിക്കണം അങ്ങേര്. അങ്ങേരെ കാര്യം പോട്ടെ, ഈ പെൺകുട്ടികൾക്ക് ഇഷ്ടമാവണ്ടേ? ഇഷ്ടമാകാതെ എവിടെ പോകാൻ? സാറിന്റെ കാര്യം കുഴപ്പമില്ല, പക്ഷെ ഈ സാറിന്റെ കാര്യം ഒരു കുറവില്ല. നല്ല കറുത്തവാടി കറുത്തമീശ കറുത്ത. നിനക്ക് എന്തിന്റെ കേട? ബ്രദറെ എന്ത് പറയണം? അയാള് വീട് തന്നെ വെക്കാൻ നിൽക്കുക, കയ്യിൽ 10 പൈസ കാണുക. അയാൾക്ക് എന്തിനാ ബ്രദറെ പൈസ? പൈസ ആവശ്യത്തിന് നമ്മുടെ കയ്യിലില്ലേ? അതല്ല, പൊക്കം കുറച്ച് കുറവുണ്ടോ? അവർക്ക് എന്തിനാ ബ്രദറെ പൊക്കം? പൊക്കം ആവശ്യത്തിന് നമ്മുടെ കയ്യിലില്ലേ? പക്ഷെ അല്പം പ്രായം കുറവുണ്ടോ? എന്ത്? അത് ചിലപ്പോ നമ്മളെക്കാൾ ഒരു 10 വയസ്സ് കുറവുണ്ടായിരിക്കും. 5 വർഷം കഴിഞ്ഞാൽ പിന്നെ 5 വയസ്സിന് വ്യത്യാസമല്ലേ ഉള്ളൂ. അത് സാരല്ല. അത് ശരിയാ, 10 വർഷം കഴിഞ്ഞാൽ സെയിം ഏജ്. അപ്പൊ ഓക്കെ. അപ്പൊ 20 കൊല്ലം കഴിയുമ്പോ അയ്യോ ഈ കൊച്ചുങ്ങൾ ഇവരെക്കാളും 10 വയസ്സ് മൂത്തതാവൂ. അപ്പൊ പിന്നെ ഞാൻ
ബ്രദറെ എന്നാ പിന്നെ ഫിക്സ് ചെയ്യല്ലേ? ഫിക്സ് ചെയ്യാല്ലേ? Agreed. സമ്മതിച്ചു. ദാ ചെക്ക്. നോ കണ്ടീഷൻ. സാറ് പറയുന്ന വില. സാറ് പറയുന്ന വ്യവസ്ഥ. അല്ല, എൻ്റെ മക്കള് അതെ, അതും ചേർത്താ വില. എങ്ങനെ? അതല്ല, മതി. മക്കളോട് ചോദിച്ചിട്ട് മതി. മതി. പക്ഷേ താമസിപ്പിക്കരുത്. വില ഉറപ്പിച്ചോ? അതല്ല, ഈ വീട് വിൽക്കുന്നത് അവരെ അറിയിച്ചിട്ടല്ല. വീടെന്താ അവരുടെ പേരിലാണോ? ആണോ? അല്ല, വീട് സ്ഥലമൊക്കെ എൻ്റെ പേരിൽ തന്നെയാണ്. പക്ഷേ ഇത് അവർക്ക് വേണ്ടി വിൽക്കുവാണെന്ന് അറിഞ്ഞാൽ അവർ വിഷമിക്കും. ചിലപ്പോൾ അവരുടെ പഠിപ്പ് വരെ അവസാനിപ്പിച്ച് അവർ തിരിച്ചു വരും. അവരുടെ കോഴ്സ് കഴിയാൻ ഇനി 6 മാസം വേണം. ബ്രദറിന്റെ കാര്യം മനസ്സിലായോ? അതായത് 6 മാസം കഴിഞ്ഞ് രജിസ്ട്രേഷൻ നടക്കുന്നു അല്ലേ? രജിസ്ട്രേഷൻ കച്ചവടമൊക്കെ ഇപ്പം തന്നെ നടത്താം. പക്ഷെ ഞാനിത് വിറ്റൂന്ന് ആരെ അറിയിക്കാതെ നിങ്ങൾ 6 മാസം കൂടി പൊറുക്കണം. ഓ, പൊറുക്കണം, മനസ്സിലായി. പണം തന്ന് രജിസ്ട്രേഷൻ കഴിഞ്ഞ് ഈ വീട് ഈ സാറുമാരുടെ പേരിലായാലും പിന്നെ ഒരു 6 മാസം കൂടി ചേട്ടൻ ഇവിടെ പൊറുക്കണമെന്ന്, ശരിയല്ലേ? എന്ന് പറഞ്ഞ് ഇവർക്ക് പൊറുക്കാൻ പറ്റുമോ? ഇവർക്ക് പൊറുക്കാൻ പറ്റിയില്ലെങ്കിൽ എനിക്ക് പൊറുക്കാനേ പറ്റില്ല. ചേട്ടാണെങ്കിൽ പൊറുക്കോ? പൊറുക്കോങ്കിൽ പൊറുക്കോന്ന് പറ. സാറിന്റെ മനസ്സിന്റെ മുറിവ് ഞങ്ങൾക്ക് മനസ്സിലാവും. അത് പൊറുപ്പിക്കാനും മരുന്നുണ്ട്. സാറ് പറ. സാറിന് ഇപ്പോൾ ആവശ്യമായ പണം വേണം. അതിന് വീട് വിൽക്കണം. പക്ഷേ കുട്ടികളത് അറിയാനും പാടില്ല. അതല്ലേ? ആ, സാറിന് ഞങ്ങൾ പണം തരുന്നു. ഇനിയിപ്പോൾ എങ്ങനെ അറിയിക്കാതെ രജിസ്ട്രേഷൻ നടത്തിയാലും അത് പുറത്തു പോകും. സാറിന്റെ കുട്ടികൾ അതറിയും. അവർ വിഷമിക്കും. അവർ വിഷമിച്ചാൽ ഞങ്ങളും വിഷമിക്കും. ഞങ്ങൾക്ക് സാറിന് വിശ്വാസമാണ്. അതുകൊണ്ട് രജിസ്ട്രേഷൻ ഇപ്പൊ വേണ്ട. അല്ല, അത് ഒന്നുമില്ല, ആരും അറിയണ്ട ഒന്നും. ആ, പിന്നെ അതുവരെ ഞങ്ങൾ സാറിന്റെ കൂടെ ഇവിടെ താമസിക്കും. എന്താ? വാടകയ്ക്ക്. വീടിന്റെ മുകൾ വശം ഒഴിഞ്ഞു കിടക്കയില്ലേ ഇവിടെ? ഏതായാലും സാർ ഇവിടെ ഒറ്റയ്ക്കാം. സാറിന് വയസ്സുകാലത്ത് ഒരു കൂട്ടിന്, പിന്നെ ഒരു 2000 രൂപ വാടകയും കിട്ടും. അങ്ങനെ പറഞ്ഞാൽ മതി. എന്താ? നിങ്ങൾക്ക് ബുദ്ധിമുട്ടാവില്ലേ? ഏയ്, ഒന്നുമില്ല. പല വേഷങ്ങളും കിട്ടിയിട്ടുണ്ട്. ഇതും അതിലൊരു വേഷം. ഒരു നല്ല കാര്യത്തിന് വേണ്ടിയല്ലേ സാറേ? ഇതൊക്കെയല്ലേ സാറേ ഒരു കോളേജ് ലൈഫ്. താങ്ക് യു. എങ്ങനെയാണ് നന്ദി പറയേണ്ടതെന്ന് അറിയില്ല. നോ താങ്ക്സ്. ദൈവമാണ് നിങ്ങൾ ഇവിടെ കൊണ്ടുവന്ന് എത്തിച്ചത്. ഐ ലവ് യു. ഐ ഡു. വെറുതെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ വാ, എന്താ ലവ് സീനാ? ബ്രദർ ഇങ്ങനെ വഴക്കിട്ടിരുന്നാലോ? എന്റെ ബ്രദറെ അങ്ങനെ എല്ലാ കാര്യവും എല്ലാവരോടും ചോദിച്ചിട്ട് ചെയ്യാൻ പറ്റുമോ? ബ്രദർ ഒന്നും പറയണ്ട. ബ്രദർ ഇത് ഒരു കോയിലേർപ്പാടായി പോയി. എന്തുറപ്പില്ല ബ്രദർ ഉള്ളത് മുഴുവനാക്കി ഇട്ടുകൊടുത്തത്. ബ്രദറെ അത് അപ്പ ദൈവം തോന്നിപ്പിച്ച ഒരു ബുദ്ധി സംഗതി ആയിട്ടില്ലേ? പിന്നെ ഏറ്റ് ബ്രദറിന്റെ ബുദ്ധി ഏറ്റ്. ബ്രദർ ഇപ്പൊ അങ്ങേർക്ക് ദൈവമാണല്ലോ. നിങ്ങളുടെ ദൈവം കൊണ്ട് എത്തിച്ചാണെന്നാണല്ലോ അങ്ങനെ പറഞ്ഞത്. ബ്രദറെ നിങ്ങളെ എന്ന് പറഞ്ഞത് നമ്മുടെ രണ്ടുപേരെ ഉദ്ദേശിച്ചല്ലേ? എന്നിട്ട് ബ്രദറിന്റെ മാത്രമല്ല അങ്ങനെ കെട്ടിപ്പിടിച്ചുള്ളൂ. അതാ ബ്രദർ എന്താ ഇങ്ങനെയൊക്കെ പറയുന്നത്? എന്നെ കെട്ടിപ്പിടിച്ച ബ്രദറിനെ കെട്ടിപ്പിടിച്ച പോലെ തന്നെയല്ലേ? എന്നിട്ട് ഇന്നലെ രാത്രി വെള്ളം അടിച്ചപ്പോ കണ്ടില്ല. ഒരാൾക്കുള്ളത് ഉള്ളത് അത് ഞാൻ അടിച്ചോട്ടെ ചോദിച്ചോ. ബ്രദർ എന്താ പറഞ്ഞത്? സമം സമം, രണ്ടുപേർക്കും സമം സമം. അയ്യേ, കണ്ടുപിടിക്കുന്ന പോലെയാണോ ഇത്? അത് പറയണ്ട. ഒക്കെ ഭംഗിയായിട്ട് നടക്കും, എനിക്ക് ഉറപ്പാ. പിന്നെ ഇനി ബ്രദറിന് സംശയമാണെങ്കിൽ ഞാൻ പോയത് തിരിച്ചു വാങ്ങിച്ചോണ്ട് വരാം. എന്താ ഞാൻ പോയി വാങ്ങിക്കട്ടെ? വേണ്ട, ബ്രദറിന് ഉറപ്പാണെങ്കിൽ വേണ്ട. പക്ഷെ ഉറപ്പാണോ? ഉറപ്പ്. 2 ദിവസം കൂടെ കഴിഞ്ഞാൽ നമ്മുടെ സാധനങ്ങളൊക്കെ വന്നാൽ നമ്മൾ ആ വീട്ടിലേക്ക് താമസം മാറ്റും. ജോൺ സാറിനോട് നമ്മുടെ മനസ്സിലിരിപ്പ് നമ്മൾ തുറന്നു പറയും. അദ്ദേഹം സന്തോഷം കൊണ്ട് ഓടിച്ചാടി ചെന്ന് തന്റെ മക്കളെ ചേർത്ത് പിടിച്ച് പറയുന്നു, തങ്ങളുടെ ജീവിതത്തിൽ ഒരു വലിയ പ്രതിസന്ധി ഘട്ടത്തിൽ തങ്ങളെ സഹായിച്ച വിശാല ഹൃദയരായ നമ്മളെക്കുറിച്ച്, 2 സുന്ദര കുട്ടപ്പന്മാരായ നമ്മളെക്കുറിച്ച്. എന്താ? സുന്ദര കുട്ടപ്പന്മാരായ. ഇഷ്ടായില്ലേ? ഓക്കെ. അവരുടെ മനസ്സ് അനുരാഗം കൊണ്ട് ബ്യൂട്ടിഫുൾ ആവുന്നു. അവർ അദ്ദേഹത്തോട് സമ്മതിക്കുന്നു. അത് കേട്ട് വണ്ടറടിച്ച് ജോൺ സാറ് അങ്ങനെ നമ്മളെ കാണാൻ വരും. വരുമല്ലോ ബ്രദറെ? വരും ബ്രദറെ, ഉറപ്പാണോ? ഉറപ്പ്. കമ്മിങ് സൂൺ.